സ്വാഗതം പേജ് 10 സ്റ്റോറീസിലേക്ക്. തന്ത്രപരമായ നിലപാടിലൂടെ ട്രംപിനെ വീണ്ടും ഞെട്ടിക്കുകയാണ് ഇറാൻ. ആരും പ്രതീക്ഷിക്കാത്ത പ്രതികരണം നടത്തിയിരിക്കുകയാണ് ഇറാന്റെ വിദേശകാര്യമന്ത്രി അബ്ബാസ് അരാക്ചി. സൗദിയും തുർക്കിയും പാകിസ്ഥാനും ഒപ്പുവെച്ച മക്ക പ്രതിരോധ കരാറിനെ പിന്തുണച്ചുകൊണ്ട് രംഗത്ത് വന്നിരിക്കുകയാണ് അരാക്ചി. ഇത് ഇറാനെതിരെയുള്ള കരാറാണ് എന്ന പൊതു വിലയിരുത്തലിനെ തെറ്റിച്ച് മറ്റൊരു നറേറ്റീവ് മുന്നോട്ട് വയ്ക്കുകയാണ് അരാക്ചി. അതിലൂടെ അമേരിക്കയെയും ഇസ്രയേലിനെയും കൺഫ്യൂഷനിലാക്കുകയാണ് അരാക്ചി. പശ്ചിമേഷ്യയിലെ നിലവിലെ സാഹചര്യത്തിൽ നല്ലൊരു നീക്കമാണ് ഇതെന്നാണ് അരാക്ചി എക്സിൽ കുറിച്ചത്. അമേരിക്കയെ മാറ്റി നിർത്തിയുള്ള കരാർ പുതിയ തുടക്കമാണ് എന്നതാണ് അരാക്ചി വ്യക്തമാക്കുന്നത്. മക്ക പ്രതിരോധ കരാർ ഏതെങ്കിലും ഒരു പ്രത്യേക രാജ്യത്തിന്, പ്രത്യേകിച്ച് ഇറാന് എതിരെ ഉള്ളതല്ല എന്ന് സൗദിയും തുർക്കിയും ആവർത്തിക്കുമ്പോഴാണ് അരാക്ചി ഇത്തരമൊരു നിലപാടുമായി രംഗത്ത് വന്നത് എന്നതും ശ്രദ്ധേയമാണ്. അതായത് പുതിയ സുരക്ഷാ സഖ്യത്തെ ഭീഷണിയായി കാണാതെ അതിനെ തങ്ങൾക്ക് അനുകൂലമായ നയതന്ത്ര ആയുധമാക്കി മാറ്റുകയാണ് ഇറാൻ. ഒപ്പം കരാറിനെ അമേരിക്കയ്ക്കെതിരെയുള്ള പ്രതിരോധമാക്കി ചിത്രീകരിക്കുകയാണ് ഇറാൻ. അതിലൂടെ ഈ കരാറിന് പിന്നിൽ നിന്ന് കരുനീക്കിയ ട്രംപിനെ തന്നെ ഞെട്ടിക്കുകയാണ് ഇറാൻ. എന്നുവെച്ചാൽ ഈ സഖ്യത്തെക്കുറിച്ച് അമേരിക്കയ്ക്ക് തന്നെ സംശയം ഉണ്ടാക്കി കൊടുക്കുന്ന നീക്കമാണ് അരാക്ചി നടത്തിയിരിക്കുന്നത് എന്നതാണ് നമ്മൾ കാണേണ്ട ഇറാനിയൻ ബുദ്ധി. അല്ലെങ്കിൽ തന്നെ ഇത് തങ്ങൾക്കെതിരായ നീക്കമാണ് എന്നാണ് ഇസ്രയേൽ വിശ്വസിക്കുന്നത്. കാരണം തുർക്കി ആയാലും പാകിസ്ഥാൻ ആയാലും സൗദി അറേബ്യ ആയാലും ഇസ്രയേലിനെതിരെ കടുത്ത നിലപാട് സ്വീകരിക്കുന്ന രാജ്യങ്ങളാണ്. പലസ്തീൻ മോചനം ആവശ്യപ്പെടുന്ന രാജ്യങ്ങളുമാണ്. അവരുടെ നാറ്റോ മോഡൽ സഖ്യത്തെ അനുകൂലിച്ച് ഇറാൻ രംഗത്ത് വന്നതോടെ ഇസ്രയേൽ ബുദ്ധി കേന്ദ്രങ്ങൾ കൂടുതൽ കൺഫ്യൂഷനിലാകുന്നു എന്നാണ് വിലയിരുത്തൽ. ഇങ്ങനെ അരാക്ചിയുടെ പ്രസ്താവനയിലൂടെ 3 കാര്യങ്ങളാണ് ഇറാൻ ലക്ഷ്യമിടുന്നത്. അതിനെക്കുറിച്ച് വിശദമായി പറയാനാണ് ഈ വീഡിയോയുമായി വന്നത്. വാർത്തകളുടെ ഉള്ളറിയാം. ആദ്യം അബ്ബാസ് അരാക്ചി എക്സിൽ കുറിച്ച വാചകങ്ങളിൽ നിന്ന് തുടങ്ങാം. ആ വാചകങ്ങളിൽ തന്നെ ചില ഇറാനിയൻ കൗശലങ്ങൾ ഒളിഞ്ഞിരിപ്പുണ്ട്. അരാക്ചി എക്സിൽ കുറിച്ചതിൻ്റെ മലയാളം ഇങ്ങനെയാണ്: ലോകത്തിലെ ഏറ്റവും ചെലവേറിയ സൈന്യത്തിന് മുന്നിൽ ഇറാന്റെ കരുത്തുറ്റ സായുധ സേന തങ്ങളുടെ സജ്ജീകരണവും ശേഷിയും ശക്തിയും തെളിയിച്ചിരിക്കുന്നു. മുസ്ലിങ്ങൾ ഒന്നിച്ചു നിൽക്കുമ്പോൾ ദുഷ്ടലാക്കോടെ എത്തുന്ന പുറത്തു നിന്നുള്ളവരുടെ ഏത് വെല്ലുവിളിയെയും നമുക്ക് നേർക്ക് നേർ നേരിടാൻ കഴിയും. നമ്മളിൽ മാത്രം വിശ്വാസമർപ്പിക്കാനും യഥാർത്ഥ സാഹോദര്യം സ്വീകരിക്കാനുമുള്ള സമയമാണ് ഇത് എന്നാണ് അബ്ബാസ് അരാക്ചി മക്ക പ്രതിരോധ കരാറിനെ അനുകൂലിച്ചുകൊണ്ട് എക്സിൽ കുറിച്ചത്. ഈ കുറിപ്പിലൂടെ 3 കാര്യങ്ങളാണ് അരാക്ചി മുന്നോട്ട് വെച്ചിരിക്കുന്നത് എന്നതാണ് സൂക്ഷ്മമായ വായനയിൽ നമുക്ക് മനസ്സിലാക്കാൻ പറ്റുക. അതിൽ ഒന്നാമത്തേത് അമേരിക്കയ്ക്കുള്ള ശക്തമായ മുന്നറിയിപ്പാണ്. ലോകത്തിലെ ഏറ്റവും ചെലവേറിയ സൈന്യം എന്ന് അരാക്ചി വിശേഷിപ്പിച്ചത് അമേരിക്കൻ സൈന്യത്തെയാണ്. അവരെ നേരിടാൻ ഇറാന് ശേഷിയുണ്ടെന്ന് പ്രഖ്യാപിക്കുന്നതിലൂടെ ഗൾഫ് മേഖലയിൽ തങ്ങളാണ് ശക്തർ എന്ന സന്ദേശമാണ് അബ്ബാസ് അരാക്ചി നൽകുന്നത്. രണ്ടാമതായി അദ്ദേഹം മുന്നോട്ട് വയ്ക്കുന്നത് മുസ്ലിം രാജ്യങ്ങൾ ഒന്നിക്കേണ്ടതിൻ്റെ ആവശ്യകതയാണ്. അങ്ങനെ ഉണ്ടായാൽ പശ്ചിമേഷ്യയുടെ സ്വത്ത് മോഹിച്ച് ദുഷ്ടലാക്കോടെ എത്തുന്നവരുടെ വെല്ലുവിളികളെ നേരിടാൻ കഴിയുമെന്നാണ് അരാക്ചി കുറിക്കുന്നത്. ഇക്കാര്യം അറബ് ഇസ്ലാമിക് ഉച്ചകോടിയിൽ അടക്കം ഇറാൻ ഏറെക്കാലമായി ആവശ്യപ്പെടുന്ന കാര്യമാണ്. ഷിയ സുന്നി വൈര്യം മറന്ന് ഒന്നിക്കണമെന്ന സന്ദേശം വീണ്ടും നൽകുകയാണ് അരാക്ചി ഈ കുറിപ്പിലൂടെ. മൂന്നാമതായി മുന്നോട്ട് വയ്ക്കുന്നത് പ്രാദേശികമായ സ്വയം പര്യാപ്തതയാണ്. പശ്ചിമേഷ്യൻ സുരക്ഷയ്ക്കായി ഗൾഫ് രാജ്യങ്ങൾ അമേരിക്കയെ ആശ്രയിക്കുന്നത് നിർത്തണമെന്നും മുസ്ലിം രാജ്യങ്ങൾ തദ്ദേശീയമായി സഖ്യങ്ങൾ ഉണ്ടാക്കി മുന്നോട്ടു പോകണം എന്നുമാണ് അരാക്ചി കുറിക്കുന്നത്. അതാണ് യഥാർത്ഥ സാഹോദര്യം സ്വീകരിക്കാനുള്ള സമയം എന്നതിലൂടെ അരാക്ചി അർത്ഥമാക്കുന്നത്. ഈ നറേറ്റീവിലൂടെ സൗദി തുർക്കി പാകിസ്ഥാൻ കരാർ ഇറാനോ ഹൂതികൾ അടക്കമുള്ള സഖ്യകക്ഷികൾക്കോ എതിരല്ല എന്നും ഇത് മുസ്ലിം ഐക്യത്തിൻ്റെ തുടക്കമാണ് എന്നുമാണ് അരാക്ചി കൗശലപൂർവ്വം സ്ഥാപിക്കാൻ ശ്രമിക്കുന്നത് അല്ലെങ്കിൽ സ്ഥാപിക്കുന്നത്. സൗദി തുർക്കി പാകിസ്ഥാൻ കരാറിനെതിരെ ഇറാന്റെ ഭാഗത്ത് നിന്ന് ആദ്യം എതിർപ്പിന്റെ സ്വരങ്ങളാണ് ഉയർന്നു വന്നത്. ഇറാന്റെ പാർലമെന്ററി സമിതി അംഗമായ ഇബ്രാഹിം റസായിയെ പോലുള്ളവർ ഈ കരാറിനെ വെറുമൊരു കടലാസ് കരാർ എന്ന് വിളിച്ചാണ് ആദ്യം പരിഹസിച്ചത്. ഇത് സൗദിക്ക് യഥാർത്ഥ സുരക്ഷ ഉറപ്പ് നൽകുന്നില്ല എന്നുള്ള വാദമാണ് റസായി മുന്നോട്ട് വെച്ചത്. എന്നാൽ അതിന് പിന്നാലെ ഇറാന്റെ പരമോന്നത നേതാവിൻ്റെ മുതിർന്ന സൈനിക ഉപദേഷ്ടാവായ ജനറൽ യഹിയ റഹീം സഫാവി ഈ സഖ്യത്തിലേക്ക് ഇറാനെയും ഇറാഖിനെയും കൂടി ഉൾപ്പെടുത്തണമെന്ന നിർദ്ദേശം മുന്നോട്ട് വെച്ചു. ഇതൊരു വലിയ പ്രാദേശിക സുരക്ഷാ ബ്ലോക്കാക്കി മാറ്റണമെന്നാണ് അദ്ദേഹത്തിൻ്റെ നിർദ്ദേശം. അതിന് പിന്നാലെയാണ് കരാറിനെയും സഖ്യത്തെയും അനുകൂലിച്ച് അരാക്ചി രംഗത്ത് വന്നത്. റസായിയുടെയും റഹീം സഫാവിയുടെയും പ്രതികരണം വ്യക്തിപരമായ നിലപാടുകളും മറ്റുമാണ് എങ്കിൽ അരാക്ചിയുടേത് കൂടിയാലോചനയ്ക്ക് ശേഷമുള്ള തന്ത്രപരമായ ഇറാന്റെ നിലപാടായിട്ടാണ് വിലയിരുത്തുന്നത്. ഇതിലൂടെ ഇറാൻ ലക്ഷ്യമിടുന്ന കാര്യങ്ങളിലാണ് ട്വിസ്റ്റ് ഒളിഞ്ഞിരിക്കുന്നത്. അതിലേക്ക് എത്തുന്നതിന് മുമ്പ് ഈ പ്രതിരോധ കരാർ പശ്ചിമേഷ്യയിൽ എത്രത്തോളം നിർണായകമാണെന്നുള്ള കാര്യം നമ്മൾ അറിഞ്ഞിരിക്കണം.
അമേരിക്കയുമായുള്ള സുരക്ഷാ കരാറിനും ഇസ്രയേലുമായുള്ള അബ്രഹാം അക്കോർഡ്സിനും അപ്പുറം സാധാരണയായി അറബ് രാജ്യങ്ങൾ മാത്രമാണ് സഖ്യങ്ങൾ ഉണ്ടാക്കാറ്. എന്നാൽ ചരിത്രത്തിലാദ്യമായി അറബ് രാജ്യവും രണ്ട് മുസ്ലിം രാജ്യങ്ങളും സുരക്ഷയ്ക്കായി പരസ്യമായി കൈകോർക്കുന്നു എന്നത് ഈ മേഖലയിലെ സൈനിക സമവാക്യങ്ങളെ പൂർണ്ണമായി മാറ്റും എന്നാണ് വിലയിരുത്തൽ. പശ്ചിമേഷ്യയിലെ നിലവിലെ സ്ഥിതി എന്താണ്? ഒരു വശത്ത് ഇറാൻ നയിക്കുന്ന പ്രതിരോധ അച്ചുതണ്ട്, മറുവശത്ത് ഇസ്രയേൽ അമേരിക്കൻ സഖ്യവും കൂടെ അമേരിക്കയുടെ അറബ് സഖ്യകക്ഷികളും. ഈ ചിത്രത്തിലേക്കാണ് മുസ്ലിം രാജ്യങ്ങളുടെ ഒരു സൈനിക ബ്ലോക്ക് വന്നിരിക്കുന്നത്, അതും നാറ്റോ മാതൃകയിൽ. അതുകൊണ്ട് തന്നെ മുസ്ലിം നാറ്റോ എന്നാണ് ഈ സഖ്യത്തിനെ ചിലർ വിളിക്കുന്നത്. എന്താണ് നാറ്റോ മാതൃക എന്ന് പറയാൻ കാരണം? ഏതെങ്കിലും ഒരു രാജ്യത്തിന് നേരെ ഉണ്ടാകുന്ന സായുധ ആക്രമണത്തെ മൂന്ന് രാജ്യങ്ങൾക്കും നേരെയുള്ള ആക്രമണമായി കണക്കാക്കും, മാത്രമല്ല തിരിച്ചടിക്ക് ഒരുമിച്ച് നിൽക്കും എന്നതാണ് മക്ക കരാറിലെ പ്രധാന വ്യവസ്ഥ. അതുകൊണ്ടാണ് നാറ്റോ മാതൃകയിലുള്ള കരാർ എന്ന് പറയുന്നത്. മറ്റൊരു കാര്യം ശ്രദ്ധിക്കേണ്ടത്, വ്യത്യസ്ത മേഖലകളിൽ കരുത്തുള്ള രാജ്യങ്ങളാണ് മക്ക കരാറിലൂടെ ഒന്നിച്ചിരിക്കുന്നത് എന്നതാണ്. സൗദി അറേബ്യ ലോകത്തിലെ ഏറ്റവും വലിയ എണ്ണ ഉൽപ്പാദകരും സാമ്പത്തിക ശേഷിയുമുള്ള രാജ്യവുമാണ്. പാകിസ്ഥാൻ ആണെങ്കിൽ മുസ്ലിം ലോകത്തെ ഏക ആണവായുധ രാജ്യമാണ്. കരാറിൻ്റെ ഭാഗമായി നിലവിൽ തന്നെ 8000 പാകിസ്ഥാൻ സൈനികരെയും യുദ്ധവിമാനങ്ങളും സൗദി അതിർത്തിയിൽ വിന്യസിച്ചിട്ടുമുണ്ട്. തുർക്കിയുടെ കാര്യം പറയുകയാണെങ്കിൽ നാറ്റോ സഖ്യത്തിലെ രണ്ടാമത്തെ വലിയ സൈന്യവും അതിവേഗം വളരുന്ന ആധുനിക ആയുധ ഡ്രോൺ വ്യവസായവുമുള്ള രാജ്യമാണ് തുർക്കി. ഇങ്ങനെയുള്ള മൂന്ന് മുസ്ലിം രാജ്യങ്ങളാണ് ഒന്നിച്ചിരിക്കുന്നത്. ഈ സഖ്യത്തിന് പിന്നിൽ പ്രവർത്തിച്ചത് അമേരിക്ക ആണ് എന്നാണ് പൊതുവെയുള്ള വിലയിരുത്തൽ. ഇറാൻ യുദ്ധം നീണ്ടുപോകുന്നത് കൊണ്ടും ആയുധം ശേഖരം കുറയുന്നത് കൊണ്ടും പശ്ചിമേഷ്യയിലെ തങ്ങളുടെ സൈനിക സാന്നിധ്യം കുറയ്ക്കാനും ഏഷ്യ പസഫിക് മേഖലയിൽ കൂടുതൽ ശ്രദ്ധ കേന്ദ്രീകരിക്കാനും അമേരിക്ക ഏറെ നാളായി ആഗ്രഹിക്കുന്നുണ്ട്. അമേരിക്ക പിന്മാറുമ്പോൾ സൗദിയുടെ സുരക്ഷ ഉറപ്പാക്കാനും ഇറാൻ്റെ ഭീഷണി നിലനിർത്താനും തങ്ങളുടെ വിശ്വസ്തരായ സഖ്യകക്ഷികളെ മുൻനിർത്തി അമേരിക്ക തന്നെയാണ് ഈ സഖ്യത്തിനായി തിരശ്ശീലയ്ക്ക് പിന്നിൽ നിന്ന് കരുക്കൾ നീക്കിയത് എന്നാണ് വിലയിരുത്തൽ. തുർക്കി അമേരിക്കയുമായി അടുത്ത ബന്ധമുള്ള രാജ്യമാണ്, നമുക്കറിയാം. പാകിസ്ഥാൻ അമേരിക്കയുടെ തന്ത്രപ്രധാന പങ്കാളിയാണ്, സൗദിയും അതുപോലെ തന്നെയാണ്. അതുകൊണ്ട് തന്നെ അമേരിക്കയെ എതിർത്ത് ഈ മൂന്ന് രാജ്യങ്ങളും ഇത്തരം ഒരു നീക്കം നടത്തില്ല എന്നുള്ള കാര്യമാണ് വിശകലന വിദഗ്ധർ ഉറപ്പിക്കുന്നത്. പക്ഷെ അപ്പോഴും മറ്റൊരു കാര്യം കാണേണ്ടതുണ്ട്. ഈ കരാർ ഇസ്രയേലിന് ദീർഘകാല അടിസ്ഥാനത്തിൽ വലിയൊരു തിരിച്ചടിയാണ് എന്നതാണ് നമ്മൾ കാണേണ്ട മറ്റൊരു കാര്യം. കാരണം ഈ കരാർ വന്നതോടെ UAEയും ബഹ്റൈനുമുള്ള അബ്രഹാം അക്കോർഡ്സിൽ ആണ്, അല്ലെങ്കിൽ അബ്രഹാം അക്കോർഡ്സ് കരാറിനാണ് മങ്ങലേറ്റിരിക്കുന്നത്. സൗദിയെ കൂടി ഒപ്പം നിർത്തി, അല്ലെങ്കിൽ സൗദിയെ കൂടി അബ്രഹാം അക്കോർഡ്സിലേക്ക് ചേർത്ത് അതിനെ വിപുലീകരിച്ച് ഒരു അറബ് ഇസ്രയേൽ സഖ്യം ഉണ്ടാക്കാനായിരുന്നു നെതന്യാഹുവിൻ്റെ ലക്ഷ്യം. അതിലൂടെ ഇറാനെ നേരിടാനായിരുന്നു നെതന്യാഹുവിൻ്റെ ലക്ഷ്യം. അതിനുവേണ്ടി ട്രംപ് വഴി നിരവധി സമ്മർദ്ദങ്ങൾ നെതന്യാഹു ചെലുത്തി വരികയുമാണ്. സൗദി അമേരിക്ക ആണവ കരാർ അവസാന നിമിഷം പിന്മാറിയത്, അല്ലെങ്കിൽ അമേരിക്ക പിന്മാറിയത് ഈ അബ്രഹാം അക്കോർഡ്സിൻ്റെ കാര്യം പറഞ്ഞുകൊണ്ടാണ്. അപ്പോഴാണ് പുതിയ സഖ്യം ഉണ്ടായിരിക്കുന്നത്. അതുകൊണ്ട് തന്നെ സ്വന്തം നിലയ്ക്ക് മുസ്ലിം രാജ്യങ്ങളുടെ സഖ്യം ഉണ്ടായത് ഇസ്രയേലിൻ്റെ പശ്ചിമേഷ്യൻ നയതന്ത്രത്തിന് കനത്ത തിരിച്ചടിയാണ് എന്ന വിലയിരുത്തൽ വരുന്നത് അവിടെയാണ്. ഇസ്രയേലുമായി കടുത്ത ശത്രുതയിലുള്ള തുർക്കി പ്രസിഡന്റ് എർദോഗന്റെ സൈന്യത്തിന് ഗൾഫ് മേഖലയിൽ നേരിട്ട് സ്വാധീനം കിട്ടുന്നതിനെ ഇസ്രയേൽ ബുദ്ധി കേന്ദ്രങ്ങൾ, അല്ലെങ്കിൽ ഇസ്രയേൽ സൈനിക ഉദ്യോഗസ്ഥർ വളരെ കരുതലോടെയാണ് നോക്കിക്കാണുന്നത്. നേരത്തെ സൂചിപ്പിച്ചതുപോലെ മക്ക കരാർ ഒപ്പിട്ട മൂന്ന് രാജ്യങ്ങളും പലസ്തീൻ സ്വയംഭരണത്തെ ശക്തമായി പിന്തുണയ്ക്കുന്ന രാജ്യങ്ങളാണ്. അതായത് അമേരിക്കൻ താൽപ്പര്യങ്ങളെ സംരക്ഷിക്കാൻ രൂപം കൊണ്ടത് ആണെന്നുള്ള വിലയിരുത്തൽ ഉണ്ടെങ്കിൽ കൂടി മറുഭാഗത്ത് ഇസ്രയേലിന് തിരിച്ചടിയാകുന്നു എന്നുള്ളതാണ് ഈ കരാറിൽ ഉള്ള വൈരുദ്ധ്യം. ഈ വൈരുദ്ധ്യത്തെയാണ് ബുദ്ധിപരമായ നയതന്ത്രത്തിലൂടെ ഇറാൻ ഉപയോഗിക്കുന്നത് എന്നതാണ് നമ്മൾ നോക്കിക്കാണേണ്ടത്. നമുക്കറിയാം, പശ്ചിമേഷ്യയിൽ നിന്ന് അമേരിക്കയെ പുറത്താക്കുക, ഇസ്രയേലിനെ ഒറ്റപ്പെടുത്തുക എന്നതാണ് ഇറാൻ്റെ ഏറ്റവും വലിയ ലക്ഷ്യം. അതുകൊണ്ട് തന്നെ സൗദി അറേബ്യ അമേരിക്കയെ വിട്ട് മറ്റ് മുസ്ലിം ശക്തികളുമായി കൈകോർത്തതിനെ അമേരിക്കയോടുള്ള സൗദിയുടെ അവിശ്വാസമായാണ് ഇറാൻ വ്യാഖ്യാനിക്കുന്നത്, ഇറാൻ ചിത്രീകരിക്കുന്നത്. മാത്രമല്ല, ഇത് ഇസ്രയേലിനെതിരെയുള്ള കനത്ത നീക്കമാണ് എന്ന നറേറ്റീവും ഇറാൻ കൊണ്ടുവരുന്നു. ഇതോടെയാണ് അമേരിക്കയും ഇസ്രയേലും കൺഫ്യൂഷനിൽ ആകുന്നത്. എന്താണ് ഇറാൻ സൃഷ്ടിക്കുന്ന ആ കൺഫ്യൂഷൻ? അമേരിക്കയും ഇസ്രയേലും ഒട്ടും പ്രതീക്ഷിക്കാത്ത തലത്തിലേക്കാണ് ഇറാൻ ഈ സംഭവങ്ങളെ വഴിതിരിച്ചു വിട്ടിരിക്കുന്നത് എന്നുള്ളതാണ് വിശകലന വിദഗ്ധരും നയതന്ത്ര വിദഗ്ധരും ഒരുപോലെ വിലയിരുത്തുന്നത്. പുതിയ സഖ്യം അമേരിക്കൻ താൽപ്പര്യങ്ങൾക്ക് അനുകൂലമാണ് എന്നാണ് വാഷിങ്ടൺ വിലയിരുത്തുന്നത്. അതുകൊണ്ടാണ് വാഷിങ്ടൺ ഇതിന് അനുമതി നൽകിയത് എന്നാണ് പൊതുവെ പറയപ്പെടുന്നത്. കാരണം നേരത്തെ പറഞ്ഞതുപോലെ മൂന്ന് രാജ്യങ്ങളും അമേരിക്കൻ അനുകൂല രാജ്യങ്ങളാണ്. പക്ഷേ ഇറാൻ കരാറിനെ അനുകൂലിച്ച് രംഗത്ത് വന്നതോടെ ട്രംപ് ഭരണകൂടത്തിൽ ആന്തരികമായ ഒരു ആശങ്ക രൂപപ്പെട്ടു എന്നാണ് റിപ്പോർട്ട്.
അതിലൊന്ന് അമേരിക്കയുടെ സുരക്ഷയിൽ അറബ് രാജ്യങ്ങൾക്ക് വിശ്വാസം നഷ്ടപ്പെട്ടു എന്ന ആശങ്കയാണ്. ഇത്രയും കാലം അമേരിക്ക നൽകിയിരുന്ന സുരക്ഷാ കവചം ഇനി വിന്യസിക്കാൻ അല്ലെങ്കിൽ ഇനി വിശ്വസിക്കാൻ കൊള്ളില്ല എന്ന തിരിച്ചറിവിലാണോ സൗദി സ്വന്തം നിലയ്ക്ക് മുസ്ലിം വൻ ശക്തികളെ അല്ലെങ്കിൽ ശക്തികളെ കൂട്ടുപിടിച്ചത് എന്നതാണ് അമേരിക്കൻ ഭരണകൂടത്തിൽ ഉയരുന്ന പ്രധാനപ്പെട്ട ആശങ്ക. ഈ ആശങ്ക ഉയർത്തിവിട്ടതാരാണ്? ഇറാനാണ്. അതായത് ഇറാനായി തങ്ങൾ വെച്ച കെണി അമേരിക്കയ്ക്ക് തന്നെ കെണിയായി മാറുകയാണ്, അല്ലെങ്കിൽ ഇറാൻ അത് കെണിയാക്കി മാറ്റുകയാണോ എന്നുള്ള ഒരു ആശങ്കയാണ് അമേരിക്കയ്ക്ക് ഇപ്പോഴുള്ളത് എന്ന് തന്നെ പറയാം. അതുകൊണ്ട് തന്നെ ഈ കരാറിനെയും ഈ സഖ്യത്തെയും അല്ലെങ്കിൽ സഖ്യത്തിൻ്റെ നീക്കങ്ങളെയും പെൻറ്റഗൺ സസൂക്ഷ്മം നിരീക്ഷിക്കുന്നുവെന്നാണ് റിപ്പോർട്ട്. മറ്റൊന്ന്, കരാറിനെ സ്വാഗതം ചെയ്തതോടെ അല്ലെങ്കിൽ ഇറാൻ സ്വാഗതം ചെയ്തതോടെ സൗദിയും ഇറാനും തമ്മിൽ നേരിട്ടുള്ള ശത്രുത ഇല്ല എന്നുള്ള ചിത്രമാണ് ഇറാൻ ലോകത്തിന് മുന്നിൽ അവതരിപ്പിക്കുന്നത്. ഇത് സൗദിക്കും നിഷേധിക്കാൻ പറ്റില്ല. ഇതോടെ ഇറാനെ കാണിച്ച് പേടിപ്പിച്ച് സൗദിയെ കൂടെ കൂട്ടാമെന്ന ഇസ്രയേലിൻ്റെ നെതന്യാഹുവിൻ്റെ തന്ത്രമാണ് അല്ലെങ്കിൽ ട്രംപിൻ്റെ തന്ത്രമാണ് പാളുന്നത് എന്നാണ് വിലയിരുത്തൽ. അതും പോരാഞ്ഞ് തുർക്കിയും പാകിസ്ഥാനും അമേരിക്കയുടെ സഖ്യകക്ഷികളാണെങ്കിലും പലസ്തീൻ വിഷയത്തിലും ഇസ്രയേൽ വിരുദ്ധ നിലപാടുകളിലും ഇറാൻ്റെ അതേ ചേരിയിലാണ്. മാത്രമല്ല തുർക്കിയും പാകിസ്ഥാനും ഇറാനുമായി നല്ല സൗഹൃദത്തിലുമാണ്. ഇറാൻ ഈ കരാറിനെ അനുകൂലിച്ചതോടെ ഭാവിയിൽ ഈ സഖ്യം അമേരിക്ക വിരുദ്ധ ഇസ്രയേൽ വിരുദ്ധ സഖ്യമായി മാറുമോ എന്ന ഭയം പെൻറ്റഗണിനും മൊസാദിനും ഇസ്രയേലിൻ്റെ മറ്റ് ബുദ്ധി കേന്ദ്രങ്ങൾക്കും ഇപ്പോൾ ഉണ്ടെന്ന് റിപ്പോർട്ടാണ് പുറത്തു വരുന്നത്. ചുരുക്കത്തിൽ സൗദിയെ തങ്ങളിൽ നിന്ന് അകറ്റാൻ അമേരിക്ക കൊണ്ടുവന്ന ഒരു സംവിധാനത്തെ മുസ്ലിം ഐക്യത്തിൻ്റെ പേര് പറഞ്ഞ് കൃത്യമായി തങ്ങളിലേക്ക് സൗദിയെ അടുപ്പിക്കുന്ന രീതിയിൽ ഇറാൻ ഉപയോഗിച്ചിരിക്കുന്നു എന്നുള്ളതാണ് ഇസ്രയേലിനെയും അമേരിക്കയും ഒരേപോലെ കൺഫ്യൂഷനിലാക്കിയിരിക്കുന്നത് എന്നാണ് വിലയിരുത്തൽ. ഇസ്രയേലിനെതിരെ ഒരു വലിയ മുസ്ലിം രാജ്യങ്ങളുടെ കൂട്ടായ്മ രൂപീകരിക്കാൻ ഇറാൻ ഏറെ നാളായി ശ്രമിക്കുന്നുണ്ട്. തുർക്കിയും പാകിസ്ഥാനും കടുത്ത പലസ്തീൻ അനുകൂല നിലപാട് സ്വീകരിക്കുന്നവരായതുകൊണ്ട് തന്നെ മക്ക കരാറിനെ ഭാവിയിൽ ഇസ്രയേലിൻ്റെ അധിനിവേശങ്ങൾക്കെതിരെയുള്ള ഒരു ആഗോള മുസ്ലിം പ്രതിരോധ സംവിധാനമാക്കി മാറ്റാൻ സാധിക്കുമെന്നാണ് ഇറാൻ ഇപ്പോൾ വിലയിരുത്തുന്നത്. അതിൻ്റെ ഭാഗമായിട്ടാണ് അബ്ബാസ് അരാക്ചിയുടെ നിലപാടിനെയും നമ്മൾ നോക്കിക്കാണേണ്ടത്. അതുതന്നെയാണ് ഇറാൻ്റെ പരമോന്നത നേതാവിൻ്റെ മുതിർന്ന സൈനിക ഉപദേശകനായ ജനറൽ യഹിയ റഹീം സഫാവിയും പറഞ്ഞത്. ഈ സഖ്യത്തിലേക്ക് ഇറാനെയും ഇറാഖിനെയും പോലുള്ള രാജ്യങ്ങളെ കൂടി ഉൾപ്പെടുത്തണമെന്ന അദ്ദേഹത്തിൻ്റെ നിർദ്ദേശം ഇറാൻ്റെ ശരിക്കുമുള്ള മനസ്സിലിരിപ്പ് കൂടിയാണ് എന്നാണ് നയതന്ത്ര വിദഗ്ധർ പറയുന്നത്. അതായത് മക്ക കരാറിനെ അനുകൂലിച്ചതിലൂടെ അമേരിക്കയ്ക്കും ഇസ്രയേലിനും കടുത്ത ആശങ്ക ഉണ്ടാക്കിയിരിക്കുകയാണ് ഇറാൻ. സൗദിയോട് സൗഹൃദത്തിൻ്റെ കരം നീട്ടിയിരിക്കുകയാണ് ഇറാൻ. പലസ്തീൻ വിഷയത്തിൽ അടക്കമുള്ള വിഷയങ്ങളിൽ ഒന്നിക്കുന്ന ഒരു ഇസ്രയേൽ വിരുദ്ധ കൂട്ടായ്മയ്ക്ക് തുടക്കമായി എന്ന നറേറ്റീവ് സൃഷ്ടിച്ചിരിക്കുകയാണ് ഇറാൻ. എന്ന് വെച്ചാൽ കൃത്യമായ ലക്ഷ്യത്തോടെ തന്നെയാണ് അബ്ബാസ് അരാക്ചി മക്ക കരാറിനെ അനുകൂലിച്ച് നിലപാട് പറഞ്ഞത് എന്ന് തന്നെയാണ് നമുക്ക് ഒടുവിലായി വിലയിരുത്താൻ കഴിയുക. തങ്ങൾക്കെതിരെ ഉണ്ടാക്കുന്ന സഖ്യങ്ങളെപ്പോലും ബുദ്ധിപരമായ നിലപാടിലൂടെ അനുകൂലമാക്കി മാറ്റുന്ന പേർഷ്യൻ നയതന്ത്രത്തിൻ്റെ ഞെട്ടിക്കും തലമാണ് ഇറാൻ ലോകത്തിനു മുന്നിൽ ഇതിലൂടെ വീണ്ടും കാണിച്ചു കൊടുത്തത് എന്നും നമുക്ക് വിലയിരുത്താം. എന്താണ് ഈ വിഷയത്തിൽ നിങ്ങളുടെ അഭിപ്രായം? കമൻറ്റ് ചെയ്യുക. മറ്റൊരു വാർത്തയുടെ ഉള്ളറിയിക്കുന്ന സിംപിളി ഇൻ ഡെപ്ത് വിശകലനവുമായി വീണ്ടും വരാം. ഞാൻ അൻഷാദ് അമിലിയാസ്, സൈനിങ് ഓഫ്.